കല്യാണ പെണ്ണെന്താ ക്ലിനിക്കില്? അല്ല അപ്പനും അമ്മയൊക്കെ എന്തേ? ആ, അപ്പനും അമ്മേ ഫെയിം ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മേടിക്കാനായിട്ട് പോയിരിക്കുക. ഞാൻ ആ ഗ്യാപ്പിൽ നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ കയറിയത്. ആ, ഞാനും എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ അവിടെ തന്നെയായിരുന്നു. നല്ല എനിക്ക് ഇഷ്ടമായി, നന്നായി അവർ ചെയ്തിരുന്നു കേട്ടോ. എടാ എനിക്ക് ഈ കല്യാണത്തിന് മുന്നേ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പിടിയുമില്ല. നീ ആകുമ്പോൾ ഒരു ഡോക്ടറുടെ ഉപദേശം കിട്ടും ചെയ്യും. അതാ നിൻ്റെ അടുത്ത് വന്നേ. ബ്രൈഡ്സ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ സ്കിൻ കെയർ. എന്തായാലും ഇനിയിപ്പോൾ കല്യാണത്തിന് എത്ര മാസമുണ്ട്? ഒരു 5 മാസമില്ലേ? അപ്പോൾ ഇപ്പം തന്നെ നീ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി കല്യാണം വരെ നീ വെയിലത്തിറങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കണ്ട. സൺ പ്രൊട്ടക്ഷൻ എന്തായാലും ചെയ്തിരിക്കണം. ഇനി അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് മാത്രം ഇറങ്ങുക. അതുപോലെ തന്നെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ടും നോക്കണം. നീ ഇനിയുള്ള എല്ലാ ദിവസവും ഡെയിലി നല്ല പോലെ വെള്ളം കുടിച്ചിരിക്കണം. ഏറ്റവും നല്ലത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്കിൻ കെയർ ആയിട്ടുള്ള ക്ലെൻസിങ്, സ്ക്രബ്ബർ, ടോണർ, അതുപോലെ തന്നെ ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഡെയിലി നീ യൂസ് ചെയ്യുക. കല്യാണത്തിന് ഒരു മാസം മുന്നേ എന്തായാലും നീ പുതിയ പ്രൊഡക്റ്റുകളോ ഒന്നും തന്നെ നീ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. കാരണം എന്തെങ്കിലും അലർജി പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റിൽ ഒരു സ്കിൻ അലർജി പ്രശ്നങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് വന്ന് ഇഷ്യൂ ആകണ്ട. അപ്പോൾ ഒരു മാസം മുന്നെങ്കിലും നീ പുതിയ പ്രൊഡക്റ്റുകളോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. പിന്നെ നിൻ്റെ ഭക്ഷണം, ഫുഡ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കംപ്ലീറ്റ് ആയിട്ട് ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കോളൂ. ഷുഗർ കാര്യങ്ങൾ ഒഴിവാക്കിക്കോളൂ. പിന്നെ ബ്രൈഡ്സിന് പറ്റിയ കുറച്ച് ജ്യൂസുകളുണ്ട്. ആ ജ്യൂസുകളും ഉണ്ടോ? അതേതൊക്കെയാ? ഈ ജ്യൂസുകൾ എന്നൊക്കെ പറയുന്നത് ആൻറ്റി ഓക്സിഡൻസും ആക്നെ പോലത്തെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടാണെങ്കിലും കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ജ്യൂസുകളാണ്. അത് നീ ഡെയിലി കുടിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിൻ്റെ സ്കിന്നിൽ നല്ല വ്യത്യാസം കാണും. ഒരിക്കലും ബ്രൈഡ് ഒരു മാസം മുന്നേ അല്ല ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു 6 മന്ത് മുന്നെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഒരു 6 മാസത്തെ തുടർച്ചയായി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ബ്രൈഡൽ ലുക്ക് അടിപൊളിയായിരിക്കും. നിൻ്റെ സ്കിന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസിലാണെങ്കിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂസാണ്. പഞ്ചസാര ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഇത് കുറച്ച് വെള്ളം മിക്സ് ആക്കി ഈ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ കുടിക്കാനായിട്ട് നോക്കാം. സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടാണെങ്കിലും ഒരു ഈവൺ ടോൺ നിലനിർത്താനായിട്ടാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ് ബ്രൈഡ്സിന് ഈ ക്യാരറ്റും ബീട്രൂട്ടും. പിന്നുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ ചീരയും കുക്കുംബറും മിക്സ് ആക്കിയിട്ട്. ഇതും അടിപൊളിയാണ്. വിറ്റമിൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാനായിട്ടും വളരെ ബെസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് പൊമോഗ്രാനൈറ്റ് ജ്യൂസ്. അതായത് നമ്മുടെ മാതള നാരങ്ങയുടെ ജ്യൂസില്ലേ, ഇത് നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ കവിളൊക്കെ നാച്ചുറലായിട്ട് ആ ഒരു റോസ് കളർ കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ്. പോരാത്തിന് വിറ്റമിൻ സി നന്നായിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ സ്കിന്ന് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടും സാധിക്കും. പിന്നെ ഹൈഡ്രേഷൻ നന്നായിട്ട് ആകാനാണെങ്കിൽ അലോവേറയും ലെമൺ ജ്യൂസും മിക്സ് ആക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് നീ ജസ്റ്റ് ആ ഒരു മാസത്തിലല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു 6 മാസമായിട്ട് ഇത് കണ്ടിന്യൂസ് ഡെയിലി കുടിച്ചു പോകുകയാണെങ്കിൽ നിൻ്റെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിരിക്കും. ആക്നെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട്, മുഖക്കുരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും ചെയ്യും. ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ടും സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് മേക്കപ്പ് കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ സ്കിന്ന് വളരെയധികം നന്നായി ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണം. ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അത് മേക്കപ്പിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. മേക്കപ്പിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിനെ എഫക്റ്റ് ചെയ്യും. അപ്പം അന്നത്തെ ദിവസം നന്നായിട്ട് നിൽക്കണമെങ്കിൽ മേക്കപ്പ് നല്ലപോലെ ശരീരത്ത് നമ്മുടെ സ്കിന്നിനനുസരിച്ച് നിൽക്കണമെങ്കിൽ നല്ലപോലെ ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണം. എടാ, പിന്നെ ഈ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്യണ്ടേ? ഫേഷ്യൽ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള ഫേഷ്യൽ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു സമയത്ത് ഞാൻ കല്യാണത്തിന് 1 മാസം മുന്നേ ഫസ്റ്റ് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണത്തിന് ഒരാഴ്ച മുന്നേയും ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 6 മാസം മുന്നേ സ്കിൻ കെയർ തുടങ്ങിയിരിക്കണം. അതിന് ശേഷമാണ് ഇത് ചെയ്തിരുന്നത്. കുറച്ചും കൂടി ഹൈഡ്രാ ഫേഷ്യൽ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് സ്കിന്ന് നല്ല രീതിയിൽ നിൽക്കാനായിട്ട് സാധിക്കും. കുറേ നാൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. ഞാനൊക്കെ ചെയ്തിരുന്ന എൻ്റെ കല്യാണ സമയത്ത് ഹൈഡ്രാ ഫേഷ്യലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ എപ്പോഴും സ്കിന്ന് ഏതാണോ അതിനനുസരിച്ചുള്ള ഫേഷ്യൽ ചൂസ് ചെയ്യാം. ഈ ഹൈഡ്രാ ഫേഷ്യലാണെങ്കിലും മെഡി ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ആയുർജനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, ആയുർജൻ ക്ലിനിക്കിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് സ്കിൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഏത് ഫേഷ്യലാണ് നല്ലത് എന്നുള്ളത് അവർ പറഞ്ഞുതരും. ആഹാ, എങ്കിൽ ഞാൻ അവിടെ തന്നെ ചെയ്യാം. നിനക്ക് കൂടുതൽ സ്കിൻ റിലേറ്റഡ് ആയിട്ട് അറിയണമെങ്കിൽ ആയുർജനിൻ്റെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മതി. അവരെപ്പോഴും
സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അസുഖങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല ഇൻഫർമേഷൻസ് അവരെപ്പോഴും വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പം നീ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഞാൻ എന്തായാലും അവരുടെ പേജ് കാര്യങ്ങളൊക്കെ ഫോളോ ആക്കട്ടെ. നല്ല സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കണം. പപ്പ വന്നുട്ടോ, ഞാൻ പോട്ടേട്ടാ.